നമസ്കാരം. വലതുപക്ഷ ആക്ടിവിസ്റ്റും ട്രംപിന്റെ കടുത്ത അനുഭാവിയുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള ആദ്യ പൊതുപ്രസംഗം നടത്തി കിർക്കിന്റെ ഭാര്യ ഇറിഗ കിർക്ക്. അദ്ദേഹം തുടങ്ങിവെച്ചത് താൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച രാത്രി 8:25 അവർ ഓൺലൈനിലൂടെ പ്രതികരണം അറിയിക്കുമ്പോൾ ഇറിഗ കിർക്ക് ചാർലി കിർക്ക് ഉപയോഗിച്ചിരുന്ന ഒഴിഞ്ഞ കസേരയ്ക്ക് സമീപം നിന്നാണ് സംസാരിച്ചത്. തന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ മുന്നേറ്റം തുടരുമെന്ന് അവർ വൈകാരികമായി പറഞ്ഞു. ചാർലി, നിന്റെ പൈതൃകം ഒരിക്കലും മരിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കണ്ണീരോടെ അവർ പറഞ്ഞു. ചാർലി പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയും പ്രകൃതിയും ചിക്കാഗോ കബ്സിനെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ എല്ലാറ്റിനുമുപരി ചാർലി തൻ്റെ കുട്ടികളെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം തന്നെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിരുന്നുവെന്നും അവർ കണ്ണീരോടെ പറഞ്ഞു. ഏകദേശം 16 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗമാണ് ഇറിഗ നടത്തിയത്. പ്രസംഗത്തിനിടെ പലപ്പോഴും അവർ വിതുമ്പിക്കരഞ്ഞു. ഒരു മൗന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇറിഗ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. വികാരപരിധിയായി ഭർത്താവ് സഹസ്ഥാപകനായ ടേണിംഗ് പോയിന്റ് USA ജീവനക്കാർക്ക് അവർ നന്ദി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനും അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. തൻ്റെ ഭർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം വലുതായിരുന്നു. നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിങ്ങളുടെ സൗഹൃദം അവിശ്വസനീയമായിരുന്നുവെന്നും അവർ ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഭാര്യ ഉഷ എന്നിവർക്ക് ചാർലി കിർക്കിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായിച്ചതിനും ഇറിഗ നന്ദി രേഖപ്പെടുത്തി. ചാർലി ജീവിതത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം അമേരിക്കയെ സ്നേഹിച്ചിരുന്നു. എല്ലാറ്റിനുപരി തൻ്റെ കുട്ടികളെ സ്നേഹിച്ചിരുന്നു. എന്നെ സ്നേഹിച്ചിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അതെനിക്ക് എല്ലാ ദിവസവും അറിയാമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയെന്നും ഇറിഗ പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും തളർന്നില്ല. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളിലൊന്ന് ഒരിക്കലും കീഴടങ്ങരുത് എന്നതായിരുന്നു. അതിനാൽ നമ്മൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെന്നും ഇറിഗ പറഞ്ഞു. ചാൾസിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയവർക്കും പോലീസിനും അവർ നന്ദി പറഞ്ഞു. രക്ഷകനായ യേശുവിന്റെ കരങ്ങളിലേക്ക് ചാർലി സ്വീകരിക്കപ്പെടട്ടെ എന്ന അടിക്കുറിപ്പോടെ കിർക്കിന്റെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം. തന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നയാളെ തിരിച്ചറിഞ്ഞും അറസ്റ്റ് ചെയ്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ പ്രതികരണം അറിയിച്ചത്. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ 22-കാരനായ ടൈലർ റോബിൻസൺ എന്ന യൂട്ടാ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ 22-കാരൻ ഒറ്റയ്ക്കാണ് ഹൈ പവേഡ് റൈഫിൾ ഉപയോഗിച്ച് 200 വരെ അകലെ നിന്ന് വെടിയുതിർത്ത് കിർക്കിനെ വകവരുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നതായി യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് അറിയിച്ചു. കൂടുതൽ പേർ ഉൾപ്പെട്ടതായി ഇപ്പോൾ തെളിവുകളില്ല. യൂട്ടാ സംസ്ഥാന രേഖകൾ പ്രകാരം റോബിൻസണ് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. തൻ്റെ പിതാവ് മാറ്റിനോടാണ് ടൈലർ റോബിൻസൺ കുറ്റം ഏറ്റുപറഞ്ഞതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വയം കീഴടങ്ങുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്നും അച്ഛനോട് 22-കാരൻ പറഞ്ഞിരുന്നു. പിന്നീട് US മാർഷൽ സർവീസിൽ ജോലി ചെയ്യുന്ന കുടുംബ സുഹൃത്തിനോട് കുറ്റം ഏറ്റുപറയാൻ യുവാവിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇയാൾ വാഷിംഗ്ടൺ കൗണ്ടി ഷെരീഫുമായി ബന്ധപ്പെടുകയായിരുന്നു. റോബിൻസണിൻ്റെ അമ്മ ആംബർ റോബിൻസൺ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന സ്ഥാപനമായ ഇന്റർമൗണ്ടൻ കോർഡിനേഷൻ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. മാതാപിതാക്കൾ രണ്ടുപേരും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്തവരാണ്. റോബിൻസൺ ഉട്ടാ സംസ്ഥാന സർവകലാശാലയിൽ സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും 2021 ഒരു സെമസ്റ്റർ മാത്രമേ ഹാജരായിട്ടുള്ളൂ. കുടുംബത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പ്രകാരം റോബിൻസണ് 2 ഇളയ സഹോദരന്മാരുണ്ട്. കുടുംബത്തിന്റെ അവധിക്കാല യാത്രകളുടെയും മറ്റ് ചിത്രങ്ങളാണ് കൂടുതൽ. ചാർലി കിർക്ക് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനാൽ തനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലെന്നായിരുന്നു റോബിൻസൺ വെടിവെപ്പിന് മുമ്പ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത്. ചാർലി കിർക്കിന്റെ വലതുപക്ഷ നയങ്ങളോടും റോബിൻസൺ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 10 മുമ്പ് നടന്ന ഒരു വിരുന്നിൽ വെച്ച് യൂട്ടാ വാലി സർവകലാശാലയിലേക്ക് കിർക്ക് വരുന്ന കാര്യം ഒരു കുടുംബാംഗത്തോട് റോബിൻസൺ സംസാരിച്ചിരുന്നു. ചാർലി കിർക്ക് വെറുപ്പും വിദ്വേഷം പടർത്തുന്ന വ്യക്തിയെന്നാണ് റോബിൻസൺ പറഞ്ഞത്.